കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്ററെ കൺഫേം ചെയ്യാത്തതാണ് കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ ആരാധകരുടെ ഏറ്റവും വലിയ ആശങ്കയെങ്കിലും ഇന്ത്യയെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ ഏറ്റവും കൂടുതൽ ആശങ്കയോടെ കാണുന്നത് ജംഷഡ്പൂർ എഫ് അവസ്ഥ തന്നെയാണ്. അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കാതെ പിന്മാറുന്നു. അതിനെക്കുറിച്ച് പഴയ താരങ്ങളും നിലവിലെ താരങ്ങളും ആരാധകരുമെല്ലാം വൈഡ് ലെവൽ പ്രൊട്ടസ്റ്റും പ്രതിഷേധങ്ങളും അഭിപ്രായങ്ങളും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്, പാംഫ്ലെറ്റുകളും തയ്യാറാക്കുന്നു. അതിനിടയിൽ FC ഗോവയുടെ എല്ലാമായിട്ടുള്ള രവി പുഷ്കർ ഇതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ സ്തംഭങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്ന ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു ക്ലബ്ബ് ഇല്ലാതാവുകയെന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമാണ്. സത്യമാണ്, ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിലെ പതാകവാഹകരായവരെല്ലാം തന്നെ, അതായത് ഒരു ജനറേഷൻ അങ്ങോട്ട് പിന്നിടുമ്പോൾ ടാറ്റ ഫുട്ബോൾ അക്കാദമിയുടെ ഗ്രാജുവേറ്റ്സ് ആയവരാണ് ഇന്ത്യൻ ഫുട്ബോളിലെ പ്രധാന താരങ്ങളെല്ലാവരും തന്നെ. നമ്മളേറെ കുട്ടിഘോഷിച്ചവരെല്ലാവരും ടാറ്റ ഫുട്ബോൾ അക്കാദമി പ്രൊഡക്റ്റുകളായിരുന്നു. അവരെയൊക്കെ വളർത്തിയെടുത്ത ടാറ്റ ഫുട്ബോൾ അക്കാദമി പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ടാറ്റ ഫുട്ബോളിൻ്റെ ഒരു വെഞ്ചറായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ജംഷഡ്പൂർ FC ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ, അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ചെറിയ നഷ്ടമൊന്നുമല്ല. അത് അവരുടെ പ്രോപ്പർ ഡെസ്റ്റിനേഷൻ നഷ്ടപ്പെടുന്നതിൻ്റെയും ഒരുപാട് താരങ്ങളുടെ ഭാവി അവതാളത്തിലാവുകയും ചെയ്യുന്ന പ്രശ്നമാണെന്നാണ് രവി പുഷ്കറും പറയുന്നത്.